ചാരസംഘടനയായ മൊസാദിനോ സൈനിക ഇന്റലിജൻസിനോ ഒന്നും ഇക്കഴിഞ്ഞ ദിവസത്തെ ഹമാസിന്റെ അറ്റാക്കിനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഈ മിസൈല് ടെലവീവിലേക്ക് എത്തി, IDF അതിനെ നിഷ്പ്രഭമാക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എവിടെ നിന്നാണ് വന്നത്? ഗസയിൽ നിന്നാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലുമാണോ? ഹമാസ് എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്? ഏതുതരം മിസൈലാണ്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയും ഇസ്രായേലിനില്ല. അതായത് ഇസ്രായേലിന്റെ സൈന്യത്തെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ പറയുന്ന ചാര സംവിധാനത്തെ, നിരീക്ഷണ കണ്ണുകളെയൊക്കെ നിഷ്പ്രയാസം തകർത്തു കളയാം, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു മിസൈൽ ഇസ്രായേൽ അതിർത്തിയിലേക്ക് അയക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല എന്ന് ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് ഇപ്പോഴും ഹമാസ് ഒക്കെ ചെയ്യുന്നത്. അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് വളരെ വലുതാണ്. ലോകരാജ്യങ്ങളെമ്പാടും ഇസ്രായേലിന്റെ ഗസയിലേക്കുള്ള ആക്രമണത്തിൽ അതിശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഏതാണ്ട് അതേ സമയത്തു തന്നെയാണ് ഇസ്രായേലിനെതിരായിട്ട് ഇത്തരത്തിൽ ഒരു അറ്റാക്കും ഉണ്ടാകുന്നത്.